KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയ കെ സുധാകരനെ പാർട്ടി അകറ്റി നിർത്തുന്നുവെന്ന പരാതിയുമായി കണ്ണൂരിലെ ഒരു വിഭാഗം പ്രവർത്തകർ കടുത്ത അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഇതോടെ സണ്ണി ജോസഫിനും വിഷയം കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയതിൽ കണ്ണൂരിലെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരിൽ ഇപ്പോഴും അതൃപ്തി പുകയുകയാണ്. കെ സുധാകരനെ ഒപ്പമെത്തിച്ച് അതൃപ്തി മറികടക്കാൻ നേതൃത്വം ശ്രമിച്ചെങ്കിലും ഇത് വിജയിച്ചില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് കണ്ണൂരിലെ കോൺഗ്രസ് സമരസംഗമത്തിൽ ഉണ്ടായ സംഭവങ്ങൾ. KPCC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും UDF കൺവീനറും പരിപാടിക്കെത്തിയപ്പോൾ മുഴങ്ങിയത് കെ സുധാകരന് വേണ്ടിയുള്ള മുദ്രാവാക്യം വിളികൾ. സണ്ണി ജോസഫിന്റെ മുൻപിൽ ഞങ്ങൾക്കൊരു നേതാവേ ഉള്ളൂ, അത് കെ സുധാകരനാണെന്ന് അണികൾ മുദ്രാവാക്യം വിളിച്ചു. ഇതിനു പുറമെ സമ്മേളനം നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ കവാടത്തിൽ സുധാകരന്റെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡും പ്രവർത്തകർ സ്ഥാപിച്ചു. പ്രവർത്തകരുടെ ഹൃദയത്തിലാണ്, അധികാരത്തിന്റെ ചില്ലുമേടയിലല്ല സുധാകരന് സ്ഥാനമെന്ന ബോർഡിലെ വരികൾ നേതൃത്വത്തോടുള്ള ഓർമ്മപ്പെടുത്തലായി. സമരസംഗമത്തിന്റെ പോസ്റ്ററിൽ സുധാകരന്റെ ഫോട്ടോ ഒഴിവാക്കിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം മാറ്റി നിർത്തുന്നതിന്റെ ഭാഗമാണെന്നാണ് സുധാകരൻ അനുകൂലികൾ പറയുന്നത്. സുധാകരപക്ഷം വിട്ട് മറുകണ്ഠം ചാടാൻ ചില നേതാക്കളും ഇതിനിടെ ശ്രമിക്കുന്നുണ്ട്. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഈ വിഷയം കോൺഗ്രസിന് നിർണായകമാകും. കണ്ണൂർ DCCയുടെ പുനഃസംഘടനയിൽ ഉൾപ്പെടെ സുധാകരന്റെ അഭിപ്രായം തേടുമോ എന്നതും നിർണായകമാണ്. സുധാകരനെ അനുകൂലിക്കുന്ന വലിയ വിഭാഗത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ സണ്ണി ജോസഫിനുമാകില്ല. AI ഗ്രൂപ്പുകൾ ഒരുമിച്ചു നിന്നിട്ടും മൂന്നാം ഗ്രൂപ്പായി മത്സരിച്ച് കണ്ണൂർ കോൺഗ്രസ് പിടിച്ചെടുത്ത കെ കരുണാകരനെ കൊണ്ട് N രാമകൃഷ്ണനിൽ നിന്ന് കണ്ണൂർ സീറ്റ് പിടിച്ചു വാങ്ങിയ സണ്ണി ജോസഫിനെ തനിക്ക് ശേഷം DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ച കെ സുധാകരനെ കോൺഗ്രസ് നേതാക്കൾക്കങ്ങനെ മറക്കാനാവില്ലെന്നതും യാഥാർത്ഥ്യമാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.